പാകിസ്ഥാനിൽ അജ്ഞാതന്റെ വിളയാട്ടം തുടരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന്റെ അടുത്ത ബന്ധു കൂടിയായ മതപണ്ഡിതൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് കിട്ടുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ ഈ അജ്ഞാതന്റെ വിളയാട്ടം ആരംഭിച്ചിട്ട് കുറച്ച് നാളുകളായി. അതെ, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ഭീകര സംഘടനകളിലെ തലപ്പത്തിരിക്കുന്ന പ്രധാന പദവികൾ വഹിക്കുന്ന അതിൻ്റെ ഈ പറയുന്ന നേതാക്കൾ ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ് അജ്ഞാതൻ്റെ കൈകൊണ്ട്. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഈ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്ന രണ്ട് സംഘടനകളുണ്ട്. രണ്ടും ഭീകര സംഘടനകളാണ്. ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ഭാഗമായി പ്രവർത്തിച്ച അതിന് ഫണ്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഭീകരരെ പരിശീലിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ജെയ്ഷെ മുഹമ്മദ്. അതിൻ്റെ ഇപ്പോഴത്തെ തലവനുണ്ട് മസൂദ് അസർ. ഇയാളുടെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. ഈ ലഷ്കർ-ഇ തോയ്ബ, ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് എന്ന ആളാണ്. അയാൾ പാകിസ്ഥാനിൽ ഇപ്പോൾ ഒളിവിലാണ്. അയാൾക്ക് കഴിഞ്ഞ ദിവസം വെടിയേറ്റതായിട്ടാണ്, ഉദരത്തിൽ വെടിയേറ്റതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നത്. അയാളുടെ ഒപ്പം ഏറ്റവും അടുത്തൊരു അനുയായി, ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാൾ ആ അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അബു ഗത്തൽ എന്നാണ് അയാളുടെ പേര്. ഇപ്പോൾ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പോഷക സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും ഈ ഭീകര സംഘടനകളിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മതപണ്ഡിതനുണ്ട്. ആ മതപണ്ഡിതൻ്റെ പേര് മൗലാന ഖാരി ഐജാസ് ആബിദ്. ഈ മൗലാന ഖാരി ഐജാസ് ആബിദാണ് ഈ പറഞ്ഞ അജ്ഞാതൻ്റെ ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇയാളുടെ സഹായിക്കും വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇത് പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ പ്രവിശ്യയിൽ ആണ്. അവിടെയുള്ള പെഷവാറിലെ ഒരു പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട പലരും ഈ ഖൈബർ പക്തൂൺ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവിടെയുള്ള ഈ ഭീകര സംഘടനകളുടെ നേതാക്കളും മറ്റുമൊക്കെ അവിടെയാണ് കൂടുതലും ഒളിവിൽ പാർക്കുന്നതും മറ്റും. അതിലൊരാളിനെ വീട്ടിൽ കയറിയാണ് ആക്രമിച്ചു കൊന്നത്. 2 പേരടങ്ങുന്ന സംഘം മോട്ടോർ ബൈക്കിലെത്തി, ബൈക്ക് അവിടെ ഒതുക്കി വെച്ചതിന് ശേഷം വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് നേരെ വെടിവെക്കുകയായിരുന്നു. വെടിവെച്ചിട്ട് അവർ അന്ന് 2 പേർ കൊല്ലപ്പെട്ടു. തിരിച്ച് ആ ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടു. ഇവരെ കണ്ടെത്താൻ പാക് പോലീസിനോ പാക് സൈന്യത്തിനോ ചാരസംഘടനയ്ക്കോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. എന്തായാലും നമ്മുടെ ഈ ഖാരി ഐജാസ് ആബിദിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, ഇയാളുടെ കൂട്ടാളി ഖാരി ഷാഹിദ് എന്നാണ് അയാളുടെ പേര്. അയാൾ തീവ്രമായ പരിക്കുകളേറ്റ്, ഗുരുതര പരിക്കുകളേറ്റ് ചികിത്സയിലാണ്. ഇവർ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളായ അഹ്ലെ ഇ സുന്നത്ത് വൽ ജമാഅത്ത്, ഒന്നുകൂടെ ഞാൻ പറയാം, അഹ്ലെ ഇ സുന്നത്ത് വൽ ജമാഅത്ത്, ഇങ്ങനൊരു സംഘടനയുണ്ട്. അതിൻ്റെ ഉന്നത അംഗങ്ങളാണ്. കൂടാതെ തന്നെ ഇൻ്റർനാഷണൽ ഖത്മി ഇ നബുവത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ പ്രവിശ്യ തലവനും കൂടിയാണ് ഈ ഖാരി ഐജാസ്. അപ്പോൾ നിസ്സാരക്കാരനല്ല. നമുക്ക് ഈ പേരുകളൊന്നും പരിചിതമല്ല. ഇത് ഇന്റർനാഷണൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെ ലോകത്താർക്കും അറിഞ്ഞുകൂടാ. എന്തായാലും ഇതെല്ലാം ഈ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇത് രണ്ടിൻ്റെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളാണെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ മസൂദ് അസറിൻ്റെ വലങ്കൈയായിരുന്നു ഇയാൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഈ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. ഒരാളെ കണ്ടെത്തി അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദത്തിലേക്ക്, ആദ്യം വർഗീയതയിൽ നിന്ന് തീവ്രവാദത്തിലേക്ക് ഒക്കെ അയാളെ പ്രേരിപ്പിച്ചു കൊണ്ടുവരണം. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിൽ ഇതിന് 7 തട്ടുകളായിട്ടാണ് ഇത്തരം ക്ലാസ്സുകൾ നടക്കുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോക്കലായിട്ട് ഇത്തരത്തിലുള്ള ഈ സദസ്സുകൾ, ക്ലാസ്സുകൾ, സെമിനാറുകൾ ഇതൊക്കെ സംഘടിപ്പിക്കും. എന്നിട്ട് അതിനകത്ത് അതിതീവ്രമായ ഈ വർഗീയ പാഠങ്ങൾ അതിൽ നൽകും. അതിൽ ആകൃഷ്ടരായി വരുന്ന, കടുത്ത വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കാരെ അവർ നോട്ട് ചെയ്യും. അവരെ കണ്ടെത്തി പതുക്കെ അവരെ ആദ്യം പരീക്ഷിക്കും. ഇവരെങ്ങനുണ്ട്, ഇവർ നിൽക്കുമോ, അതോ രഹസ്യം ചോർത്താൻ വന്ന ആരെങ്കിലും ആണോ, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ വെയർഅബൌട്ട്സ് മുഴുവനും അന്വേഷിച്ച് മനസ്സിലാക്കി അവരെ പതുക്കെ ഈ മതപ്രബോധന ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ആദ്യമായിട്ട് നടക്കുന്ന മതപ്രബോധന ക്ലാസ്സുകളൊക്കെ താഴെ തട്ടിലുള്ളതാണ്. അതിനൊന്നും അത്ര വലിയ പ്രസക്തിയില്ല. അതിൽ നിന്നാണ് ഇവർ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതിന് ഈ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയകൾ
പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിച്ച് അതിൽ വൈകാരികമായി പ്രതികരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ പതുക്കെ മതപ്രബോധനം കൊടുത്ത് കൊണ്ടുവരും. അതിന് 7 തട്ടുകളായിട്ട് ക്ലാസ്സുകളുണ്ട്. ത്വരീക്കത്ത് പഠനം എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ത്വരീക്കത്ത് പഠനം കഴിഞ്ഞാണ് അവർ രാജ്യത്തിനെതിരെ, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ, രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ നമ്മുടെ സുരക്ഷാ സേനകളുമായിട്ട് ഏറ്റുമുട്ടാൻ പോലും തയ്യാറെടുക്കുന്നത്. അവർക്കതിനുള്ള പരിശീലനമെല്ലാം ഈ 7 തട്ടുകളിലുള്ള ക്ലാസ്സുകളിലൂടെ നൽകും. അങ്ങനെ നൽകുന്നവർ കാശ്മീരിൽ യുദ്ധത്തിൽ പങ്കെടുക്കും, ഭീകരാക്രമണത്തിൽ പങ്കെടുക്കും, ചാവേറാകും, ബോംബ് സ്ഫോടനത്തിന് പോകും, ഇതൊക്കെ ചെയ്യും. ഇവർ പലരും ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതൊക്കെ മുമ്പ് തന്നെ വാർത്തയായതാണ്, ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് പുറത്തിറക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ തലവനും കൂടിയാണ്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച ആളായിരുന്നു ഈ കൊല്ലപ്പെട്ട ഖാരി ഐജാസ് ആബിദ്. അപ്പോൾ അയാൾ എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയാളെയും ഈ ഇത്തരത്തിൽ മതപാഠശാലകൾ നടത്തി ഭീകര സംഘടനയുടെ റിക്രൂട്ടിംഗ് ഏജൻ്റായിട്ട് മാറിയിരിക്കുന്ന ആളാണ് ഇന്ന് ഈ ഖാരി ഐജാസ് എന്നുള്ളത് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ പെഷവാറിലെ ഒരു പള്ളിക്ക് മുന്നിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇയാൾ അവിടെ എത്തും എന്നൊക്കെ മനസ്സിലാക്കി ഈ അജ്ഞാതൻ അവിടെ വരികയും കാത്തിരിക്കുകയും കിട്ടിയ തക്കത്തിന് ഇയാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇയാളുടെ സഹായിക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ചില വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഈ അഹ്ലെ ഈ സുന്നത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതും ഈ നബുവത്ത്, ഖത്മി ഈ നബുവത്ത്, ഈ 2 ഗ്രൂപ്പുകളെ ഈ മസൂദ് അസർ നേരിട്ടാണ് നിയന്ത്രിച്ചിരുന്നത്. ഈ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ മസൂദ് അസർ നേരിട്ടാണ് നിയന്ത്രിച്ചിരുന്നത്. ഇതിലേക്ക് യുവാക്കളെ മാത്രമേ അവർ റിക്രൂട്ട് ചെയ്തിരുന്നുള്ളൂ, അല്ലാതെ യുവാക്കളല്ലാത്ത ചെറുപ്പക്കാരല്ലാത്തവരെ റിക്രൂട്ട് ചെയ്തിരുന്നില്ല. അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുന്നതിന് ഒരു പ്രത്യേക പദ്ധതി തന്നെ ഉണ്ടായിരുന്നു. അത് അടുത്തിടെ ഈ പാകിസ്ഥാനിലെ നമ്മുടെ ഈ മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദ്, ഞാൻ പറഞ്ഞു ഇപ്പോൾ വെടിയേറ്റ് ചികിത്സയിലാണ് എന്ന് പറഞ്ഞു. അയാളാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ. അയാളോടൊപ്പം ചേർന്ന ആളാണ് ഈ മസൂദ് അസർ. അതുപോലെ ഇപ്പോൾ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്ന തഹാവൂർ റാണ, അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്ന തഹാവൂർ റാണ, അതുപോലെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഇവരെല്ലാം ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ റാണയും ഒക്കെ ഈ മസൂദ് അസറും ഹാഫിസ് സയ്യിദുമായിട്ട് ചേർന്നാണ് ഈ ആസൂത്രണം നടത്തിയത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ. തഹാവൂർ റാണ ഇന്ത്യയിൽ വന്നിരുന്നു, ഇന്ത്യയിൽ പല സ്ഥലങ്ങളും സന്ദർശിച്ചു, മുംബൈ അടക്കം നമ്മുടെ കൊച്ചിയിൽ പോലും അയാൾ വന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഹാഫിസ് സയ്യിദിനാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതൻ്റെ വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ്, ഉദരത്തിൽ വെടിയേറ്റ് പരിക്കേറ്റ് ചികിത്സയിലാണ് ഹാഫിസ് സയ്യിദ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്നത്. എന്തായാലും ഈ അജ്ഞാതൻ്റെ വിളയാട്ടം പാകിസ്ഥാനിൽ വലിയ ഭീതി വിതച്ചിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഭീകര സംഘടനയിൽപ്പെട്ട അതിൻ്റെ നേതാക്കളും തലവന്മാരും ഒക്കെ നെട്ടോട്ടം മൂടുകയാണ്. ഒരു വിധത്തിലും അവർക്ക് അവരുടെ ജീവന് സുരക്ഷയില്ല. അത് കൊടുക്കാൻ പാക് ഭരണകൂടത്തിനോ സൈന്യത്തിനോ ചാരസംഘടനയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിനോ ഒന്നും സാധിക്കുന്നില്ല. ഈ അജ്ഞാതൻ ആരാണെന്ന് മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്ചര്യജനകമായ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.